ദൈവസ്നേഹം കൊണ്ട് ഭൂമിയെ ചുംബിച്ചരാവാണ് ക്രിസ്മസ്. നമ്മെ കാണാനും കേൾക്കാനും നമ്മുടെ സുഖദുഃഖ അനുഭവങ്ങളിൽ പങ്കുചേരാനുമായി സ്വർഗം വിട്ടിറങ്ങി വന്ന ദൈവസ്നേഹത്തിന്റെ വലിയ സാക്ഷ്യമാണ് യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം. ക്രിസ്മസ് നമുക്ക് പ്രത്യാശയുടെ വെളിച്ചമാണ് നൽകുന്നത്. ജീവിതത്തിൽ തകർച്ചയുടെ നീർച്ചുഴികൾ ഉണ്ടായേക്കാം, പക്ഷേ അത്തരം പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുകയാണ് നമ്മുടെ ദൗത്യം. ഭൗതിക നേട്ടങ്ങൾ ഒരുപാട് നേടിയിട്ടും മനുഷ്യന് ഏകനാണ്, അസ്വസ്ഥനാണ്. ഒരുതരം ശൂന്യത അവനെ ഭരിക്കുന്നു, സന്തോഷം പറ്റിപ്പോകുന്നു. ജീവിതത്തിൽ നിരാശയുടെ കാർമേഘം വരുമ്പോൾ ദൈവം നമുക്ക് കാട്ടി തന്നിട്ടുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ ക്രിസ്മസും. ആരുമില്ലാത്തവർക്ക്, ഹൃദയം തകർന്നവർക്ക്, നിരാശയിൽ കഴിയുന്നവർക്ക്, സമൂഹത്തിന്റെ പിന്നാമ്പകളിൽ അകപ്പെട്ടവർക്ക് ക്രിസ്മസിൽ നമുക്ക് നൽകാവുന്ന അമൂല്യമായ സമ്മാനം. നാം അവർക്ക് തുണയായി ഉണ്ടാകുമെന്ന ആശംസയാണ്. നാം ക്രിസ്മസിന് കൈമാറുന്ന മറ്റ് സമ്മാനങ്ങളൊക്കെ ഈ ആശംസയുടെ ഉറപ്പ് മാത്രമാണ്. കാലിത്തൊഴുത്തിൽ ഉണ്ണീശോ പിറന്നപ്പോൾ മാലാഖമാർ പാടിയത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണ്. സകല ജനതകൾക്കും വേണ്ടിയുള്ള സന്തോഷ സത്വാർത്തയുമായാണ് യേശുക്രിസ്തു പിറന്നത്. പ്രകൃതിയോടും പച്ചപ്പിനോടും ചേർന്ന് ഇളമഞ്ഞിൽ നാം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ പ്രകൃതിയിലേക്കുള്ള നടപ്പാത കൂടിയായി മാറുകയാണ് ഓരോ ക്രിസ്മസും. ദുഃഖത്തിൽ ആണ്ടവർക്ക്, മരണത്തിന്റെ നിഴലിൽ കഴിയുന്നവർക്ക്, ഏകാന്തതയുടെ ദുരത്തിൽ അകപ്പെട്ടവർക്ക് പ്രത്യാശയുടെ പൊൻവട്ടമുണ്ടിവിടെ എന്നാണ് ഓരോ ക്രിസ്മസും നമ്മോട് പറയുന്നത്. സമാധാനമാണ് നാം ആഗ്രഹിക്കുന്നെങ്കിൽ നല്ല മനസ്സ് രൂപപ്പെടുത്തുക. മനുഷ്യൻ മനുഷ്യരോടും പ്രകൃതിയോടും മുഴുവനായി സമാധാനത്തിലാകൂ എന്ന ശാന്തിബന്ധം മാത്രമാണ് നാം ജീവിതത്തിൽ പകർത്തേണ്ടത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ജി ക്രൈസ്റ്റ്.